ഡിയർ ഫ്രണ്ട്സ്, എബ്രോഡ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയ നേഴ്സസ്മാർ ഇപ്പോൾ ബ്രിട്ടനിലേക്ക് കടന്നു വരുവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന നഴ്സുമാർ ഫേസ് ചെയ്യുന്നൊരു എക്സാമുണ്ട്. അത് ഓസ്കി എന്ന് പറയുന്ന എക്സാമാണ്. ഈ ഓസ്കി എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടി വരുന്നതെന്ന് ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞാണ് വരുന്നെങ്കിൽ ഇവിടെയും ഒരു ട്രെയിനിങ് കിട്ടുമെങ്കിലും അതിൻ്റെ ഒരു കുറേ ടിപ്സാണ് തരുന്നത്. അതിൽ ഒരു പ്രൊസീജിയറാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓസ്കിക്ക് വരുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ജനറലായിട്ട് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ വാർഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇവിടുത്തെ എക്യുപ്മെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പുതുമയുള്ളതായിരിക്കും. കാരണം വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല, ഇവിടുത്തെ എല്ലാം ടെക്നിക്കലായിട്ടും അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളും. ഇങ്ങനെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഒരു പരിധി വരെ ഈ എക്യുപ്മെൻ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. എങ്കിൽ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ സിസ്റ്റം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഓസ്കിയിൽ ചെയ്യുന്നൊരു പ്രാക്ടിക്കൽ എക്സാമാണ് ഓസ്കി എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, പേഷ്യൻ്റെ അടുത്ത് എങ്ങനെയാണ് ഒരു നഴ്സിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത് എന്ന് ലൈവായി നമ്മൾ ചെയ്ത് കാണിക്കണം. ചില സമയത്ത് എക്സാമിന് വരുന്നത് ഒരു ഡെമ്മി ആയിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരോട് ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുന്നതിന് മുമ്പ് എന്താണ് ഒരു നേഴ്സ്, ഒരു സേഫ് എൻവയോൺമെൻറ്റിൽ ഒരു നേഴ്സ് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ബ്രിട്ടനിലെ NHS നാഷണൽ ഹെൽത്ത് സർവീസിൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം ഹാൻഡ് വാഷാണ്. നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്യുന്ന മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണം, കഴിഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്യണം. ഹാൻഡ് വാഷ് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് എല്ലാം ഹാൻഡ് വാഷിങ്ങിന് പോലും ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റാഫ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഒരു പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്ന മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് വാഷ് ഉണ്ടെന്നുണ്ട്. ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു എല്ലാ പേഷ്യൻറ്റിനെ കാണുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് ഏപ്രൺ നമ്മൾ ഉപയോഗിക്കും. ഇതൊരു പ്ലാസ്റ്റിക് ഏപ്രണ്ണാണ്. അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഏപ്രൺ ഇങ്ങനെ എഴുതി കിട്ടും. ഇത് ഒരു ഗാർഡായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം വെച്ചാൽ പേഷ്യൻ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് സ്പില്ലേജോ അല്ല നമ്മുടെ യൂണിഫോമിലൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡ്രസ്സിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ തെറിക്കാൻ സാധ്യത. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ഡിസ്പോസിബിളാണ്. ഇത് വൺ ടൈം യൂസ് ചെയ്ത് അപ്പോൾ തന്നെ ഇത് ബിൻ ചെയ്യുക ചെയ്യുന്നത്, ക്ലിനിക്കൽ ബിന്നിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഒരു റീസൈക്കിൾ ബിന്നിലേക്ക് പോലും അത് ക്ലിനിക്കൽ ബിന്നിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു ഏപ്രൺ എടുത്ത് കെട്ടിക്കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഗ്ലൗസാണ് ഉപയോഗിക്കുന്നത്. മെയിൻലി ഗ്ലൗസാണ്. ഗ്ലൗസ് സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്. ഇത് കൂടാതെ ഇപ്പം റബ്ബർ അലർജി ഉള്ളവർക്ക് വേറെ റബ്ബറൈസ്ഡ് അല്ലാത്ത ഫുൾ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഗ്ലൗസ് വേറെ ലഭിക്കും. അപ്പോൾ അത് ഒരു ചിലപ്പോൾ കളർ ബേസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു മോസ്റ്റ്ലി ഒരു ബ്ലൂ കളറാണ്, ചിലപ്പോൾ വൈറ്റ് കളർ ഉണ്ടാകും. അപ്പോൾ ഒരു പാക്കറ്റാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതോടെ ഗ്ലൗസ് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഹാൻഡ് ജെല്ലുണ്ട്, സോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് കൈ നനച്ച് കഴിഞ്ഞിട്ട് സോപ്പിട്ട് നമ്മൾ കൈ കഴുകി അതിനുശേഷം പേപ്പർ ടവൽ ഉപയോഗിച്ച് നമ്മൾ ഡ്രൈ ചെയ്തു. അതിനുശേഷം ഹാൻഡ് ജെല്ല്, ആൽക്കഹോൾ ജെല്ലാണിത്, ആൽക്കഹോൾ ബേസ്ഡ് ജെല്ല്. അതിൽ കൊണ്ട് വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടാമിനേറ്റ് ചെയ്യാൻ മറ്റൊരു പേഷ്യൻറ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുള്ള ഇൻഫെക്ഷൻ നമ്മുടെ കൈകൊണ്ടത്തിന് അത് 100% അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇത്രയും ഫെസിലിറ്റി എല്ലാ പ്ലേസിലും ഉണ്ടാകും. എവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നോ, ഏത് വാർഡിൽ ഏത് റൂമിലും മിനിമം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗ്ലൗസാണ്. ഗ്ലൗസ് നമ്മൾ വെയർ ചെയ്തു.
ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്ലൗസ്, 2 ഗ്ലൗസ് കയ്യിലും ഗ്ലൗസ് ചെയ്യണം. ഇനി നമുക്ക് കിട്ടുന്ന ഇതൊരു മിനിമമാണ്. ഇത് ഏത് സമയത്തും ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഒരു ദിവസം എത്ര തവണ ഇത് ഉപയോഗിക്കുന്നതിന് കണക്കില്ല. ഇപ്പം 100 കണക്കിന് പ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ചാൽ അന്നത്തെ ഇത് കളയുകയാണ് ചെയ്യുന്നത്. അത് റീയൂസിങ് ഇല്ല. അപ്പോൾ തന്നെ എന്തൊക്കെ ടൈപ്പ് ഇൻഫെക്ഷനാണ് പേഷ്യൻറ്റിനുള്ളത് അതിനനുസരിച്ചാണ് ഇനിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇനിയുള്ളത് വരുന്നത് മാസ്കാണ്. അപ്പോൾ ഒരുപാട് മാസ്ക് ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ ഇൻഫെക്ഷനാണ് ഞാൻ ബേസിക്കലി ഒരു ജനറൽ ആയിട്ടുള്ള കുറേ ഇൻഫെക്ഷൻ നമുക്ക് ഇവിടെ ഫേസ് ചെയ്തത്. നോറോ വൈറസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസണലായിട്ടും വരുന്നൊരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഡയറിയ നോർമലി വരുന്നൊരു ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ ഫ്ലൂ, അതുപോലെ തന്നെ ടമ്മി ഫ്ലൂ കുറേ ഐറ്റം ഉണ്ട്. ടമ്മി ഫ്ലൂ ഉണ്ട്. അതുപോലെ തന്നെ CDF എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ MRC എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ TB ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതുപോലെ E. ഉണ്ട്. ഈ ഇൻഫെക്ഷനൊക്കെ വരുമ്പം ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ചിലപ്പോൾ സ്റ്റാഫിന് ലഭിക്കും. അതുപോലെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറൊരു പേഷ്യൻ്റെ അടുത്തേക്കും ഈ പേഷ്യൻ്റെ ഇൻഫെക്ഷൻ അടുത്ത പേഷ്യൻറ്റിലേക്ക് നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യാൻ ഇടയാകും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടും. അവിടെ വാഷ് ചെയ്തിട്ട് നമ്മൾ പോവുകയായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഒരു പേഷ്യൻ ഇൻഫെക്റ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് എപ്പോഴും ഒരു ഐസൊലേറ്റഡ് ആയിട്ട് റൂമിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻറ്റ്, ഈ എക്യുപ്മെൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ പലതും ന്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ ഇപ്പം ഒരു സ്പില്ലേജ് ഒക്കെ ഉണ്ടാകുന്ന സാധ്യത. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പേഷ്യൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഫ്ലൂഡൊക്കെ ഇങ്ങോട്ട് തെറിക്കാനൊക്കെ സാധിക്കും. നമുക്ക് കിട്ടുന്നൊരു മാസ്കാണിത്. ഇതിന് മുമ്പിലൊരു ഗ്ലാസ് പോലൊരു ഗാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിച്ചു വെച്ചു നമ്മുടെ നോസിൻ്റെ മുകളിൽ ആണ് ഈ ഫ്രെയിം നിൽക്കുന്നത്. ഇതൊരു ഗ്ലാസ് പോലെ. ഇപ്പം നമ്മൾ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുമ്പം എന്തെങ്കിലും അവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മുടെ കണ്ണിൽ അടിക്കാതെയോ കണ്ണുവഴിയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും അടിക്കാതെ സേഫായിട്ട് ഉള്ള ഒരു പ്രൊട്ടക്റ്റിംഗ് മാസ്കാണിത്. ഇതൊരു എൻ്റെ അഭിപ്രായം ഇത് വളരെ ബെസ്റ്റാണ്. അത്ര സഫോക്കേറ്റീവ് അല്ല. അടുത്തൊരു മാസ്കാണിത്. ഈ മാസ്ക് ജസ്റ്റ് ഫേസ് ഗാർഡില്ല, ജസ്റ്റ് ഈ നോസിന് മുകളിൽ ഇവിടെ ഷേപ്പ് ചെയ്യും. ഇതൊരു മെറ്റൽ പോലെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റ്. ഇനി എയർ ഏതൊരു സൈഡ് വഴിയും എയർ ഇങ്ങോട്ട് കയറി അറ്റ്മോസ്ഫിയറിൽ എയർ ഇങ്ങോട്ട് കടക്കാത്തത് വേണം ടൈറ്റ് അയക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയാം. എടുക്കുമ്പോൾ ഇതിൽ കൂടെ തന്നെ ഫിൽറ്റർ ചെയ്ത് വേണം. ഈ മാസ്കിൻ്റെ ഇതിൽ കൂടെ തന്നെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് എയർ കിട്ടാനായിട്ട്. നമ്മൾ വിടുന്ന എയർ അങ്ങനെ ഫിൽറ്റർ ചെയ്ത് തന്നെ വെളിയിലേക്ക് പോകാണ്ട്. ഇത് ബേസിക്കലി ബിറ്റ് സഫോക്കേറ്റീവ് ആണ്. നമുക്ക് പക്ഷേ നമ്മൾ ഒരുപാട് നേരം പേഷ്യൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പേഷ്യൻ്റെ അടുത്ത് നിന്ന് അത് പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് നിൽക്കാനാണ്. ഒരുപാട് നേരം ഇത് വയ്ക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യത. കാരണം വെച്ചാൽ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന എയറിൻ്റെ നമുക്ക് കിട്ടുന്ന എയറിന് ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അത് ആണ് ഇതിൻ്റെ ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബേസിക്കലി നല്ല മാസ്കാണിത്. അടുത്തൊരു മാസ്ക് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിചയപ്പെടുന്ന മാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അടുത്തൊരു മാസ്കാണ്. ഇതിൻ്റെ ഫിൽറ്ററുണ്ട്. ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ വഴിയാണ് എയർ നമുക്ക് ഉള്ളിലേക്ക് വരുന്നത്. അകത്തെല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ നോസിൻ്റെ മുകളിൽ ഇത് നമ്മൾ താഴെ ഇവിടെ വെച്ച് നോസിൻ്റെ മുകളിൽ വെച്ച് കറക്റ്റ് ചെയ്തു. ഇത് കുറച്ചുകൂടി വിയർ ചെയ്യാൻ ഈസിയാണ്. കാരണം ഇതിൻ്റെ സ്റ്റാഫ് ഒരു സിമ്പിൾ സ്റ്റാഫാണ്. ഒറ്റ ഹൈ ക്വാളിറ്റി ബേസിലാണ്. ശരിക്കും നമുക്ക് ഇങ്ങനെ സഫോക്കേഷൻ തോന്നും. കാരണം ഇത് ഫിൽറ്ററിങ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് എയർ കിട്ടാൻ നമുക്ക് ക്വിക്കായിട്ട് ഫിൽറ്റർ ചെയ്ത് നല്ല എയർ കിട്ടാനായിട്ട് ഉള്ള ഫിൽറ്ററിങ് പൊസിഷനുണ്ട്. കുറച്ച് ബേസിക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഇതെല്ലാം ഈ മാസ്കുകളെല്ലാം തന്നെ യൂസ് ആൻഡ് ത്രൂ ആണ്. ഒരു ടൈം ഉപയോഗിച്ച് ഒരു മാസ്ക് റീയൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ ക്ലിനിക്കൽ വേസ്റ്റിൽ തന്നെ കളയുക ചെയ്യുന്നത്.
ഇതൊരു വെറൈറ്റി മാസ്കാണ്. ഇതിന് നെക്സ്റ്റ് കുറച്ചുകൂടി ഹൈ ഗ്രേഡുള്ള ഫിൽറ്ററുള്ള, ഹൈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ഫിൽറ്ററാണ്. ഇത് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. നമുക്ക് ഉപയോഗിക്കുന്ന നമുക്ക് തന്നെ ഒരു പ്രയാസം തോന്നാത്ത, അല്ലെങ്കിൽ ഒരു ടൈറ്റ് വന്നാലും പ്രയാസം തോന്നാത്ത രീതിയിലാണ് ഇത്. നമുക്ക് പ്രയാസം വരാത്ത രീതിക്കാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റ് മാസ്കുകളെ കഴിഞ്ഞും കൃത്യമായി കേൾക്കാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ്. ഒട്ടും തന്നെ സഫോക്കേഷനല്ല, നോർമൽ ബ്രീത്ത് ചെയ്യുന്ന പോലെയാണ്. മറ്റ് മാസ്കുകളൊക്കെ ചെയ്യുമ്പം നമുക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ ക്വയറ്റ് ഈസി ആയിട്ട് മാസ്കാണ്. ഇതൊരു ടൈപ്പ് മാസ്കാണ്. ഇനി ഒരു ടൈപ്പ് മാസ്ക് കൊടുക്കാം, കുറച്ചുകൂടിയും നമ്മുടെ ഫേസിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാത്ത, ഇതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. ബേസിക്കലി ഇതെല്ലാം യൂസ് ആൻഡ് ത്രോ ആണ്, ഒരു തവണ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ ഒരു ശരിക്കും ഒരു സ്റ്റീലിൻ്റെ, നമുക്ക് പുറമേ കാണാൻ കഴിയും, ഒരു സ്റ്റീലിൻ്റെ മെറ്റലോട് വെച്ചിരിക്കണം. അത് വെച്ചാണ് നമ്മൾ നോസിൻ്റെ അവിടെ ഷേപ്പ്. ഇതിപ്പോൾ ഫുള്ള് ടൈറ്റായി, ബ്രീത്ത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അത് അതിന് ഫിൽറ്റർ ക്വാളിറ്റിയുള്ള ഫിൽറ്റർ ആയതുകൊണ്ട് ബ്രീത്ത് ചെയ്യാൻ യാതൊരു തടസ്സമില്ല. ഇനി നമ്മൾ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എയർബോൺ ആയിട്ടുള്ള നമുക്കൊരു ഡിസീസും ലഭിക്കാനുള്ള ഒരു ചാൻസും ശേഷിക്കുന്നില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നോർമൽ ഹോസ്പിറ്റലുകളിലൊന്നും ഇത്രയും ക്വയറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാസ്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനത്തുള്ള എക്യുപ്മെൻറ്റ് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചില ഹോസ്പിറ്റലുകളൊക്കെ ഇത് ഇങ്ങനെയുള്ള മാസ്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഏപ്രിലിന് ഗ്ലൗസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്ലൗസ്, മാസ്ക്, ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയിട്ടാണ് ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ തന്നെ ഏപ്രൺ പല കളറുണ്ട്. ഇത് ഗ്രീൻ കളർ ഏപ്രൺ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഗ്രീൻ കളർ ഏപ്രൺ ആണെങ്കിൽ അത് ഫുഡ് സെർവ് ചെയ്യുന്നവർ മാത്രമാണ് ഗ്രീൻ കളർ ഏപ്രൺ. അപ്പോൾ റെഡ്, ക്വയറ്റ് റെഡ് ആണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാകും കൺട്രോൾ, ഡോൺ ഡിസ്റ്റർബ് കൺട്രോൾ ഡ്രഗ് എന്ന് എഴുതുന്നു. ഡ്രഗ് ഡീൽ ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും ഈ നേഴ്സ്. ആ സമയത്ത് നമുക്ക് ആ നേഴ്സിന് വേറൊരു കാര്യം ശല്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ ഡ്രഗ് കൈകാര്യം ചെയ്യുമ്പോൾ അവരെ മറ്റാരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ മെയിനായിട്ട് അവർ ഏപ്രൺ ധരിക്കുന്നത്. അങ്ങനെ ഏപ്രണിൻ്റെ കളർ അനുസരിച്ച് നമുക്ക്, പിന്നെ ഇതിനൊക്കെ പുറമെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സും മറ്റ് അതിൻ്റെ ഉപയോഗിക്കുന്ന ഗൗണ് കാര്യങ്ങളൊക്കെ ഇൻ്റർലി ഡിഫറെൻ്റ്. അവിടെ ഈ ബേസിക് ആയിട്ടുള്ള ഏപ്രൺ സംഭവമുണ്ട്, പക്ഷേ അവർ കുറച്ചുകൂടി കൂടുതൽ ഹൈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അത് വ്യത്യാസമാണ്. ഇത് ഓൾ മെഡിക്കലും സർജിക്കൽ വാർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റിംഗ് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, നിങ്ങൾക്കൊരു ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് അണ്ടറിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഏപ്രിൽ, ഗ്ലൗസ്, കുറച്ച് മാസ്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ നമ്മളോട് കാണേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റുകൾ ചെയ്യണം. കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെയും ബൈ.